സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. ഇത് ആരെ കുറിച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം. ആർജെ ബിൻസി തട്ടിപ്പ് നടത്തിയിരിക്കാണ്. വേറൊന്നല്ല, ഒരു പേജിൽ നിന്ന്, അതായത് ഈഷാബൈ PK എന്ന് പറയുന്ന ഒരു പേജാണ്. ആ ഒരു പേജിൽ അങ്ങോട്ട് പോയി കൊളാബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിയിട്ട് കൊളാബ് ചെയ്യുന്നില്ല. 2024 എന്തോ മേടിച്ചതാണ്, ഇപ്പൊ 2026 ആയിട്ടുണ്ട്. എന്നിട്ടും കൊളാബ് ചെയ്തിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖമില്ലായിരുന്നു. സുഖമില്ലാത്ത ആൾ പിന്നെ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് പോസ്റ്റൊക്കെ. എന്നിട്ട് അത് കൂടാഞ്ഞിട്ട് അവരുടെ ആ ഒരു വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് അവര് തന്നെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്നുണ്ട്. 300 രൂപയുടെ സാധനം അല്ലേ, അതാണ് എനിക്ക് തന്നത്. എത്രയോ ആവട്ടെ, സാധനം തന്നത് തന്നെയോ അവര് കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നത്. അത് ചെയ്യാണ്ട് അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ. ഇതാണ് പറയുന്നത്, അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു. ഇതുപോലെ പല ആൾക്കാരും ഇപ്പൊ കൊട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ട് അവസാനം എവിടെയെങ്കിലും എന്തെങ്കിലും ആളൊക്കെ എന്ന് അറിയപ്പെട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അഹങ്കാരം, പിന്നെ തറയിൽ നിൽക്കത്തില്ല, പിന്നെ കള്ളത്തരങ്ങള്, പിന്നെ വായിൽ തോന്നി എന്താണ് വിളിച്ചു പറയുന്നത്, ഒരു ലെക്കും ബ്രേക്കും ഇല്ലാണ്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. എന്തായാലും ഇത് ചെയ്തത് വളരെ മോശം. ആർജെ ബിൻസി ബിഗ് ബോസിൽ കൂടിയാണ് ഇയാളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂച്ച കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങളെ അറിയത്തില്ലായിരുന്നു. എന്തായാലും ആ ഒരു പേജിൽ പോയിട്ട് ബിൻസി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു കമന്റ് വായിക്കാം. തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളു, കൊള്ളാലോ, അതേ 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയുമാണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്. ഈ കമന്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്തു നോക്കണേ. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ആണ് ചിരി വരുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജ് ഉണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഈ ആർജെ ബിൻസി എന്ന് പറയുന്ന വ്യക്തി റീച്ച് ഉണ്ടാക്കിയിട്ടല്ലോ വന്നത്. ബിഗ് ബോസിലൂടെ കയറിയിട്ടാണ് കുറച്ച് റീച്ച് ഉണ്ടായിരുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അതിൽ കൂടിയാണ് കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അഹങ്കാരം ആപത്താണ്. അവര് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് കയറി നമ്മളൊരു പേജ് തുടങ്ങിയ ഉടനെ അത് പെട്ടെന്ന് റീച്ച് ആകണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അപ്പം ഓരോ കാര്യങ്ങളും പതുക്കെ നടത്തുള്ളൂ. ഇപ്പൊ താങ്കൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ആദ്യം ചിലപ്പോൾ സ്ലോയിലായിരിക്കും പോകുന്നത്, പിന്നീടായിരിക്കും അത് മെയിനിലോട്ട് കയറുന്നത്. അപ്പൊ അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ആ ഒരു പേജിനെ കളിയാക്കുന്നുണ്ട്. എന്തോ ഒരു ഭയങ്കര അഹങ്കാര വർത്തമാനമാണ്. എന്തായാലും ഈ സ്വഭാവം നല്ലതല്ല. ഒരിക്കലും ചതി, വഞ്ചന, പിന്നെ ഈ ഒരു അപമാനിക്കൽ, ഇതൊരിക്കലും ആരും സഹിക്കുന്ന കാര്യമില്ല. ഒന്ന് ആലോചിച്ചാൽ അത്രയും നല്ലതായിരിക്കും. എന്തായാലും ഓരോരുത്തരുടെ പൊയ്മുഖം ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അഴുങ്ങി വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ കൂടി ഒരെണ്ണം കൂടി ആയെന്നേ ഉള്ളൂ. കഷ്ടം. എന്തായാലും ഇത്രയ്ക്കും വേണ്ടായിരുന്നു ആർജെ ബിൻസി. കഷ്ടം.